നമ്മൾക്ക് ലഭിച്ച ഫോൺ നമ്പറും അതിൻ്റെ വിവരങ്ങളും നിങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ജെയിംസ് പാസ്റ്ററെ, പൗലോസ് പാസ്റ്ററെയൊക്കെ അറിയിക്കണം. പാസ്റ്റർ ഗിബ്സൺ അറിയിക്കണം. നമ്മൾ ആരൊക്കെ കോണ്ടാക്ട് കിട്ടി നമുക്കൊരു അവലോകനം നടത്താൻ വേണ്ടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയണം. ഫോൺ നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുറവൂരിൽ നിന്ന് വന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്, അവരുടെ അടുക്കൽ അത് എത്തിക്കണമെന്ന് ഓർപ്പിക്കുന്നു. Meeting start time. Meeting start time. So no public meeting. നമ്മുടെ പ്രവർത്തകര് വേഗത്തിൽ കടന്നു വരണം ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ നമ്മുടെ പെരുമ്പളത്തെ പ്രവർത്തനത്തിൻ്റെ സമാപന യോഗം ഇവിടെ നടക്കാൻ ആരംഭിക്കാൻ പോവുകയാണ്. ദയവ് ചെയ്ത് അവിടെ ബസ്സിൻ്റെ അവിടെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി കടന്നു വരാനുള്ളവർ കടന്നു വരണം. നമ്മുടെ കസേര സഹോദരിമാർക്ക് ഇരിക്കാനുള്ള കസേര വരുന്നുണ്ട്. ആ സഹോദരന്മാർ ആ കസേര ഒന്ന് എടുക്കാനുള്ള ആരെങ്കിലും ഒരു ക്രമീകരണം ചെയ്യണം. പ്രേമേ അച്ഛേ അതൊന്നും എടുത്തിട്ടോ, ചെല്ലി ഇത് അവിടെ സഹോദരിമാരൊക്കെ താഴെ ഇരിക്കണം, അവർക്ക് കസേര കൊടുക്കണം. യോഗം വളരെ താമസിച്ചു പോയി. മീറ്റിംഗ് വളരെ ചുരുക്കുകയാണ്. എന്നാലും നമ്മളെ സിസ്റ്റംസൊക്കെ ശരിയായി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ യോഗം പ്രാർത്ഥിച്ചാരംഭിക്കുന്നതിന് പാസ്റ്റർ ശിവപാലൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പാസ്റ്റർ ശിവപാലൻ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. അതിനുശേഷം ഗാന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗായി, സമാപന സമ്മേളനത്തിനായി മീറ്റിംഗായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും പ്രകാരം ദേശങ്ങളായി പോയി സുവിശേഷം അറിയിക്കുകയും വൈകുന്നേരം കൺവെൻഷൻ നടത്തുകയും ചെയ്യും. ദൈവം സഹായിച്ചു. അവസാനം ഈ വൈകുമ്പം ദേശത്ത് വന്ന് സുവിശേഷം രാവിലെ മുതൽ അറിയിക്കാനും ഈ ദേശത്ത് സമ്മേളനം നടത്തുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, നല്ലവനായ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം അറിയിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ ദൈവകരത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ സുവിശേഷവും, ഓരോ വർത്തമാനവും, ഓരോ വാക്യങ്ങളും എല്ലാം ദൈവജനത്തിന് വളരെ അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവെ, ദൈവവചനം ഇപ്രകാരം പറയുന്നു, പൗലോസിന്റെ കർത്താവ് സുവിശേഷം അറിയിച്ചു പുഴപക്കത്തിരുന്ന ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ കർത്താവെ, ഓരോ ജനത്തിന് മേലും ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും. ഇവിടെ വന്ന ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവ് എല്ലാ മാനവും മകത്വം നീക്കി പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പാസ്റ്റർ. അടുത്തൊരു അറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം തുറവൂർ
നടത്തിയ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും സുവിശേഷം അറിയിച്ച് രക്ഷാനിർണയം പ്രാപിച്ചവര് അവരുടെ കോണ്ടാക്ട് ബഹുമാനപ്പെട്ട പൗലോസ് പാസ്റ്ററെയും പാസ്റ്റർ ജെയിംസ്, പാസ്റ്റർ ഗിബ്സൺ പാസ്റ്ററെയോ ഏൽപ്പിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ആരെയും കുറിച്ച് വിവരം അറിയിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വിവരം അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്നത്തെ ഈ പെരുമ്പളത്തെ പ്രവർത്തനത്തിൽ ആരുടെയെങ്കിലും ഫോൺ നമ്പർ കൈമാറാനുണ്ടെങ്കിൽ അതവർ കൈമാറണം. പാസ്റ്റർ ഷിംഷോൻ വരും, പാസ്റ്റർ ഷിനോയ് അത് കൈമാറണം. ഏതെങ്കിലും പ്രത്യേകമായ വിവരങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ ആ വിവരവും അദ്ദേഹത്തെ അറിയിക്കണം. സഭയുടെ പാസ്റ്ററാണല്ലോ, അവരാണല്ലോ ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് അത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ജെയിംസ് മുന്നോട്ട് വരണം. പാസ്റ്റർ പ്രസാദ്. ഇപ്പോൾ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. പാസ്റ്റർ ഷിംഷോൻ മാർട്ടിനെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഘട്ടം പോകുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ചോദിക്കുന്നു. തുടർന്ന് ചില ഗാനങ്ങൾ നാം കേൾക്കാൻ പോകുന്നു. ഇവിടെ കേൾക്കുന്ന ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ലോകത്തിലെ ജീവിതം അത് ക്ഷണികമാണ്. എത്ര നാൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ള മനോഹരമായ അർത്ഥമുള്ള ഒരു പഴയ ഗാനം ഇവിടെ ആലപിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ജീവിതം മാത്രം അതു വേഗം മാഞ്ഞു പോകും. ആരെതിർന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം വെള്ളി ദൂരയാദേശം. ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും. ആരെതിർന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം വെള്ളി
ദേശം ഒരുങ്ങിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധി തികച്ചെന്ന് പറന്നു പോകാൻ ഒരുങ്ങിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധി തികച്ചെന്ന് പറന്നു പോകാൻ സ്ഥിരമാകും മനസ്സതു വ്യാകുലമാകും കണ്ടവരെല്ലാം തുണയായി അവർ മാറും ഏകാഗ്രതയില്ലെന്ന് നാം നേടിയതെന്തെന്നറിയും ക്രിസ്തുവിലാശ്രയമെന്ന അതുമാത്രം ലാഭമാകും ദേഹം സ്ഥിരമാകും മനസ്സതു വ്യാകുലമാകും കണ്ടവരെല്ലാം തുണയായി നിന്നവർ മാറും ഏകാഗ്രതയില്ലെന്ന നാം നേടിയതെന്തെന്നറിയും ക്രിസ്തുവിലാശ്രയമെന്ന അതുമാത്രം ലാഭമാകും ഒരുങ്ങിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധി തികച്ചെന്ന് പറന്നു പോകാൻ ഒരുങ്ങിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധി തികച്ചെന്ന് പറന്നു പോകാൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക പ്രായം നോക്കാതുരു അത് നമ്മിൽ വന്നിടും ഉറ്റവരെ നാം പിരിയും മറ്റൊരു യാത്ര തുടരും ക്രിസ്തുവിൻ വഴി പോയാം നാമത്തിൽ മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക പ്രായം നോക്കാതൊരു അത് നമ്മിൽ വന്നിടും ഉറ്റവരെ നാം പിരിയും മറ്റൊരു യാത്ര തുടരും ക്രിസ്തുവിൻ വഴി പോയാൽ നാമത്തിൽ ചേർന്ന് പാടാമല്ലോ ഒരുങ്ങിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാൻ ഒരുങ്ങിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധി തികച്ചെന്ന് പറന്നു പോകാൻ ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും ആരതെന്നാലും അത് പോകും നിശ്ചയം മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയി കണ്ടിടും നാം വിണ്ണിൽ ദൂരെ ആദേശം ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും ആരതെന്നാലും അത് പോകും നിശ്ചയം
മണ്ണിൽ നേടിയതെല്ലാം കൊടിനേരം പോയിടും കണ്ടിടും നാം വിണ്ണിൽ ദൂരെ ആദേശം ഒരുങ്ങിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധി തികച്ചെന്നു മറന്നു പുരാൻ ഒരുങ്ങിട്ടുണ്ടോ ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധി തികച്ചെന്നു മറന്നു പുരാൻ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതിന് കർത്താവിൻ ദാസ ബ്രദർ ബിനോ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പവർ വിഷനിലും ഹാർവസ്റ്റ് ചാനലും ഒക്കെ പാടുന്ന ഒരു പ്രസിദ്ധനായ ഗായകനാണ് ബ്രദർ ബിനോ. അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. തമിഴിലും മലയാളത്തിലും അദ്ദേഹം ഓരോ ഗാനങ്ങൾ ആലപിക്കും. എല്ലാവരും അദ്ദേഹത്തെ കരങ്ങളടിച്ച് ഒന്ന് സ്വീകരിക്കാം. ഒരുപാട് നാമങ്ങൾ ഈ ലോകത്തുണ്ട്. എന്നാൽ ആരാധനയ്ക്ക് യോഗ്യനായ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് നമ്മുടെ യേശു കർത്താവിന്റെ നാമം. അതിന് അർത്ഥം വരുന്ന ഒരു തമിഴ് ഗാനം. യഹോവ ദേവനേ യവനേശ്വര പ്രഭുവേ ഇമ്മാനുവേലനേ യേശുവേ യഹോവ ദേവനേ യവനേശ്വര പ്രഭുവേ ഇമ്മാനുവേലനേ യേശുവേ. எத்தனையோ நாமங்கள் தேவனே, எத்தனையோ நமக்கு போதுமே. எத்தனையோ நாமங்கள் தேவனே, எத்தனையோ நமக்கு போதுமே. ஓ யெகோவா தேவனே, எவனேஸ்வர பிரபுவே, இம்மானுவேலனே இயேசுவே. யெகோவா தேவனே, எவனேஸ்வர பிரபுவே, இம்மானுவேலனே இயேசுவே. எத்தனையோ நாமங்கள் தேவனே, எத்தனையோ நமக்கு போதுமே. எத்தனையோ நாமங்கள் தேவனே, எத்தனையோ நமக்கு போதுமே. உயர்களை காட்டுகின்ற தேவனா, உயர்வாகி நாமம் உள்ளவா. உயர்களை காட்டுகின்ற தேவனா, எல்லையோ நாமத்தை உடையவர் என்பது அதியுன்னத தேவன் என்றாகுமே. எல்லையோ நாமத்தை உடையவர் என்பது அதியுன்னத தேவன் என்றாகுமே. யெகோவா தேவனே, எவனேஸ்வர பிரபுவே, இம்மானுவேலனே இயேசுவே. யெகோவா தேவனே, எவனேஸ்வர பிரபுவே, இம்மானுவேலனே இயேசுவே. எத்தனையோ நாமங்கள் தேவனே, எத்தனையோ நமக்கு போதுமே. எத்தனையோ நாமங்கள் தேவனே,
എത്തനെയും നമുക്ക് തോന്നുമേ. എത്തനയോ നാമങ്ങൾ ദേവനേ, പ്രാർത്ഥനയും നമുക്ക് കൂടുമേ. എത്തനയോ നാമങ്ങൾ ദേവനേ, എത്തനയും നമുക്ക് കൂടുമേ. ഓ യഹോവാ ദേവനേ, എബെനേസർ പ്രഭുവേ, ഇമ്മാനുവേലനേ യേശുവേ. 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 കരങ്ങളടിച്ച് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കണം. പ്രസിദ്ധനായ ഒരു ഗായകനാണ് അദ്ദേഹം. ഇന്നിവിടെ വരുമെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് അറിയിച്ചിരുന്നു. ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇനിയും ഒന്ന് രണ്ട് ഗാനങ്ങൾ കൂടി ആലപിക്കും. എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ഹിന്ദി പാട്ട് പാടണമെന്നാണ്. അതിനുശേഷം ഒരു മലയാളം ഗാനം അദ്ദേഹം ആലപിക്കും. ഒരു പാട്ട് കൂടെ പാടും. പാട്ട് ഒരു സമയം കിട്ടത്തില്ല. നമ്മൾ നിർത്താൻ പോയി. യോഗമൊന്നും അങ്ങനെ നിൽക്കത്തില്ല. മലയാളം പാട്ട് പാടും. ഞാൻ ശങ്കാറ് പോയാലെത്തി കിടക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവദാസൻ പാസ്റ്റർ ജെയിംസിനെ ക്ഷണിച്ചോളൂ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ പെരുമ്പളം നിവാസികളോട് ഇന്ന് പ്രഭാതം മുതൽ സുവിശേഷം അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയ നല്ല സാവകാശത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശവാസികളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തുള്ള രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ സൗഖ്യമാകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധത്തിലുള്ള ഭാരത്താലും പ്രയാസകരമായിരിക്കുന്ന ജീവിതങ്ങൾ അവരുടെ പ്രയാസം വിട്ടുമാറുവാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടവരുത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സ്ഥലം ചർച്ചുമായി ബന്ധപ്പെട്ട് ഈ ദേശത്ത് കടന്നു വരുവാൻ ഈ കർത്താവ് ടീമിനെ കർത്താവ് ഉപയോഗിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പാട്ടുകൾ പാടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. തുടർന്നും ചില പാട്ടുകൾ പാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം അറിയാൻ നല്ല ദൈവിക സന്ദേശങ്ങൾ
ഈ ദേശത്ത് വീണ്ടും മുഴക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയ പോൾ ജോർജ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു ടീമങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. സ്ഥല സഭയെ അനുഗ്രഹിക്കണം. ഈ ദേശവാസികളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വിളക്കാം. പാസ്റ്റർ പൗലോസ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. വാഗ്ദത്തങ്ങളുടെയും വിശ്വസനും വാക്കുമാനത്തിനും സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നുപോയ സകല ഭവനങ്ങളെയും എന്റെ കർത്താവ് സന്ദർശിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവെ, ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ ഈ അവസാന രാത്രിയിൽ കർത്താവ് ഞങ്ങളെ നടത്തുന്ന ഈ ഒരു സുവിശേഷ പ്രഘോഷണവും അനേകർക്ക് അത് ഗുണകരമായി തീരുവാൻ തക്കവണ്ണം ഈ ദ്വീപിനെ അവിടെ നിന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന് പ്രവർത്തിച്ച എല്ലാ ദൈവദാസന്മാരും ദൈവദാസിമാരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശനിവാസികളെ ഒരിക്കൽ കൂടി തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഈ ദ്വീപിലെ എല്ലാ ജനങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം വലിയ കൃപ ചൊരിഞ്ഞതിനായി നന്ദി. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലം ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ആദ്യമായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിംഷോൻ മാർട്ടിൻ ശുശ്രൂഷിക്കും. അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്കണം. കാരണം എല്ലാവരും വിചാരിക്കുന്ന അദ്ദേഹം ഒരു ഗായകൻ ആണല്ലോ. ഗായകനല്ല, പ്രസിദ്ധ കൺവെൻഷൻ പ്രാസംഗികനാണ് പാസ്റ്റർ ഷിംഷോൻ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരും ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും 6 വാസസ്ഥലത്തിൽ കൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നത്. ഒന്നാമത്തെ വാസസ്ഥലം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരമാകുന്ന വാസസ്ഥലം. രണ്ടാമത്തെ വാസസ്ഥലം കൂടാരവാസം എന്നറിയപ്പെടുന്ന നമ്മളിപ്പോൾ പാർക്കുന്ന ഈ ഭൂമി രണ്ടാമത്തെ വാസസ്ഥലം. മൂന്നാമത്തെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ കല്ലറവാസം. നാലാമത്തെ വാസസ്ഥലം ദൈവമക്കൾക്ക് വേദപുസ്തകം പഠിക്കുന്ന ഒരു ദൈവപൈതന്റെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ആ ക്രിസ്തുവിൽ മരിച്ചവരുടെ കല്ലറകൾ പൊട്ടി ഉയർക്കുന്നു. വിശുദ്ധന്മാർ അല്ലെങ്കിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. അവർ 7 വർഷം കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം മണവാളനോടൊപ്പം ആയിരിക്കും. അതാണ് അടുത്ത വാസസ്ഥലം, 4ാമത്തെ വാസസ്ഥലം. 5ാമത്തെ വാസസ്ഥലം വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയും. യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിൽ വരുന്നു, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി. അതാണ് 5ാമത്തെ വാസസ്ഥലം. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ 6ാമത്തെ വാസസ്ഥലം 2 എണ്ണമുണ്ട്. ഒന്നുകിൽ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യ നരകം എന്നറിയപ്പെടുന്ന ആ സ്ഥലം. ഇത് ഇത്രയാണ് 6 വാസസ്ഥലം. ഇത് 6 പ്രസംഗിക്കാൻ സമയമില്ല. ഉള്ള സമയത്തിനുള്ളിൽ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുകയാണ്. കരമുയർത്തി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവർക്കും ഈ ചുറ്റുപാട് പാർക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ ശബ്ദസീമയ്ക്കുള്ളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചന ധ്യാനം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ വാസസ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. ഒന്നാമത്തെ വാസസ്ഥലം ഇവിടെ ഇരിക്കുന്നവരെന്ന് പറഞ്ഞ്, ഒന്നാമത്തെ വാസസ്ഥലം ഏതാണ്? അമ്മയുടെ ഉദരമാകുന്ന വാസസ്ഥലം. അപ്പോൾ ഇതിനകത്തിരിക്കുന്നവരും പുറത്ത് കേൾക്കുന്നവരെല്ലാം ഒന്നാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരമാകുന്ന ആ വാസസ്ഥലം കഴിഞ്ഞവരാണ്. ഒന്നാമത്തെ വാസസ്ഥലത്തിൽ ഒരു കാലാവധിയുണ്ട്. 9 മാസവും ചില ദിവസങ്ങൾ മാത്രമാണ് ഒന്നാമത്തെ വാസസ്ഥലത്തിൽ നമ്മൾ ആയിരുന്നത്. നമ്മൾ ആരെങ്കിലും 12 മാസം എനിക്ക് അവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ
അവിടെ നിന്ന് പുറപ്പെടണം അല്ലെങ്കിൽ അവിടെ പാർക്കണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. ഒരു ടൈമിംഗ് ഉണ്ട്. ആ സമയം മാത്രമേ ഒന്നാമത്തെ വാസസ്ഥലത്തിൽ നമുക്കായിരിക്കാൻ കഴിയത്തുള്ളൂ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ദൈവം എന്നൊരു ശക്തിയില്ല, അല്ലെങ്കിൽ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ഈ ശബ്ദസീമയ്ക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്നവരിലും പലരും അങ്ങനെ അഭിപ്രായം പറയുന്നവരായിരിക്കാം. ദൈവമില്ല, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ, പ്രിയ സ്നേഹിത, ഒന്നാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരത്തിനകത്ത് നാം എപ്രകാരം സംരക്ഷിക്കപ്പെട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ സങ്കീർത്തനം 71-6 വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുന്നു, ഗർഭം മുതൽ നീ എന്നെ താങ്ങി, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ പുറത്തെടുത്തവൻ നീ തന്നെ. ഇവിടെ വായിക്കുന്ന എങ്ങനെയാണ്, അമ്മയുടെ ഉദരമാകുന്ന ഒന്നാമത്തെ വാസസ്ഥലത്തിൽ നമ്മളായിരുന്നപ്പോൾ അവിടെ അമ്മയെ ചികിത്സിച്ച ഡോക്ടറുടെ കഴിവല്ല, അമ്മയെ നോക്കിയ നേഴ്സിന്റെ കഴിവല്ല, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ കഴിവല്ല, അമ്മയുടെ ഉദരത്തിനകത്ത് നാം ആയിരുന്ന സമയത്ത് ഗർഭം മുതൽ നമ്മെ താങ്ങിയത് സർവശക്തനായ ദൈവമാണ്. എത്ര പേർക്ക് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? അടുത്ത വാക്യത്തിൽ ഇവിടെ കാണുന്ന എങ്ങനെയാണ്, അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ പുറത്തേക്ക് എടുത്തവൻ നീ തന്നെ. അതിന്റെ അർത്ഥം ഡോക്ടർമാരൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു സെക്കൻഡ് ഒന്ന് മാറിയിരുന്നുവെങ്കിൽ ഈ കുഞ്ഞ് മരിച്ചു പോകുമായിരുന്നു, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഒരു കുഞ്ഞായി ഈ രണ്ടാമത്തെ വാസസ്ഥലമാകുന്ന ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമായിരുന്നു എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ സംഭവമുള്ളവർ ഒരു പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടാകാം. അതിന്റെ അർത്ഥം അല്പം പോലും ടൈമിംഗ് തെറ്റാതെ കൃത്യസമയത്ത് ഈ രണ്ടാമത്തെ വാസസ്ഥലമാകുന്ന ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാൻ സഹായിച്ചത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി അംഗവൈകല്യം ഒന്നുമില്ലാതെ, ഒരു ഊനൽ പോലും ഇല്ലാതെ, ഒരു പോറൽ പോലും ഇല്ലാതെ ഒന്നാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരത്തിൽ നിന്നും നമ്മെ അതിശയകരമായി കൃത്യ ടൈമിങ്ങിൽ ഈ പുറത്തേക്ക് എടുത്തത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിത, ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടില്ല എന്ന് ആരും പറയല്ലേ. നീ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് ഒന്നാമത്തെ വാസസ്ഥലത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത അത്ഭുതമാ. ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്, ഇന്ന് രാത്രി ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു ഊനൽ പോലും ഇല്ലാതെ, കാഴ്ചയുള്ള, ചെവി കേൾവിയുള്ള, അല്ലെങ്കിൽ നടക്കുവാൻ കഴിവുള്ള, കരം ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ നീ ആയിരിക്കുന്നത് ഒന്നാമത്തെ വാസസ്ഥലത്തിൽ നിന്ന് അല്പം പോലും ടൈമിംഗ് തെറ്റാതെ നിന്നെ പുറത്തേക്ക് എടുത്തത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അടുത്ത സങ്കീർത്തനം 139 അധ്യായം അതിന്റെ 13-14 വാക്യത്തിൽ കാണുന്ന എങ്ങനെയാണ്, എന്റെ അന്തരേന്ദ്രിയങ്ങളെ നിർമ്മിച്ചവൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വാസസ്ഥലത്തിൽ നമ്മളായിരുന്ന സമയത്ത് ചില മാസങ്ങൾ ഗർഭിണിയായി ചില മാസങ്ങൾ കഴിയുമ്പോൾ ഡോക്ടർ സ്കാനിങ് എടുക്കാൻ പറയും. എന്തിനാണെന്നറിയാമോ? കൃത്യ ടൈമിങ്ങിന് കുഞ്ഞിന്റെ തല വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ, അല്ലെ ആ കുഞ്ഞിന് കറക്റ്റ് ടൈമിങ്ങിനുള്ള വളർച്ചയുണ്ടോ, ഇത് മാത്രമേ ഇവിടുത്തെ ഡോക്ടറിന് കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷേ ആ ഒന്നാമത്തെ വാസസ്ഥലത്തിലായിരുന്നപ്പോഴാ ആന്തരിക അവയവങ്ങളെ കൃത്യസ്ഥലത്തിൽ വെച്ച് പിടിപ്പിച്ചത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിന്റെ സ്ഥാനം ഒന്നുമായിരുന്നെങ്കിൽ നമ്മൾ സൗന്ദര്യമില്ലാത്ത വ്യക്തികളായി മാറുമായിരുന്നു. ആ മൂക്കിന്റെ സ്ഥാനം ഒന്നുമായിരുന്നെങ്കിൽ എന്തിനേറെ പറയുന്നു, അകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഓരോരോ അവയവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ബാലൻസിങ് അല്പം ഒന്നും ആയിരുന്നെങ്കിൽ അതിൻ്റെതായ ഭൗഷത്വം പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചേന്. അതിന് ടൈമിംഗ് തെറ്റാതെ അത് ഭംഗിയായി, ഹല്ലേലൂയ, നമ്മെ ഭയങ്കരവും അതിശയമായി നിർമ്മിച്ചത് സർവശക്തനായ ദൈവമാണ്. ആ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുന്നു, ഭയങ്കരവും അതിശയവുമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താണ് ഭയങ്കരവും അതിശയവും? നമ്മളിരിക്കുന്ന കസേരയ്ക്ക് എത്ര കാലുണ്ട്? 4 കാലുണ്ട്, അല്ലെ? 4 കാലുണ്ടെങ്കിൽ മാത്രമേ കസേര നിലത്തിരിക്കൂ. ഈ മേശ ഇവിടെ നിലത്തിരിക്കണമെങ്കിൽ 4 കാല് വേണം. അപ്പോൾ ഈ വസ്തുക്കളെല്ലാം ഇരിക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു പ്രതലം വേണം. പക്ഷേ എന്നെ നിങ്ങൾ നോക്കിയാൽ ദൈവത്തിന്റെ അത്ഭുതത്തെ കാണാൻ പറ്റും. ഇത്രയും വലിയ ശരീരം 2 ചുള്ളിക്കാലിന്മേൽ അങ്ങോട്ട് ചരിഞ്ഞാലും വീഴാതെ, എങ്ങോട്ട് ചരിഞ്ഞാലും വീഴാതെ 2 ചുള്ളിക്കാലിന്മേൽ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഭയങ്കരവും അതിശയകരമായി നമ്മെ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരത്തിനകത്ത് നമ്മെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ച ദൈവത്തിന്റെ അത്ഭുതമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഇന്ന് രാത്രി പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഒരു പക്ഷെ ഭവനത്തിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. ദൈവമില്ലെന്നോ അല്ലെങ്കിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ലെന്നോ ആരും പറയരുതേ. അമ്മയുടെ ഉദരമാകുന്ന ഒന്നാമത്തെ വാസസ്ഥലത്തിൽ അത്ഭുതവും ഭയങ്കരവുമായി നമ്മെ സൃഷ്ടിച്ച് ആ കൃത്യ ടൈമിൽ രണ്ടാമത്തെ വാസസ്ഥലമാകുന്ന ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാൻ സഹായിച്ചത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് എത്രത്തോളം ദൈവത്തെ സ്തുതിക്കാമോ, എത്രത്തോളം ദൈവത്തിന് നന്ദിയുള്ള വ്യക്തിയായി ജീവിക്കാമോ, എത്രത്തോളം ദൈവത്തിന് മഹത്വം കൊടുക്കാമോ,
പോകുന്നു, അതിന് നമ്മൾ തയ്യാറാകണം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മനുഷ്യൻ കടന്നു പോകുന്ന രണ്ടാമത്തെ വാസസ്ഥലം നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഭൂമിയാണ്. ഒന്നാമത്തെ വാസസ്ഥലത്തിൽ ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. 9 മാസവും ചില ദിവസങ്ങൾ മാത്രമേ ഒന്നാമത്തെ വാസസ്ഥലത്തിൽ നമുക്ക് പാർക്കുവാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ രണ്ടാമത്തെ വാസസ്ഥലത്തിന്റെ പ്രത്യേകത, ഇവിടെ ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീന് ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിന് ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന പല തരത്തിലെ ഉപകരണങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ പ്രിയ സ്നേഹിത, എനിക്കും നിങ്ങൾക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് പറഞ്ഞാൽ, അടുത്ത നിമിഷം ദൈവം അനുവദിച്ചാല് എന്റെ ഈ കരം ചലിക്കൂ, അടുത്ത നിമിഷം ദൈവം അനുവദിച്ചാല് എന്റെ ഈ കാല് ചലിക്കൂ, അടുത്ത നിമിഷം ദൈവം അനുവദിച്ചാല് എന്റെ നാവ് ചലിക്കൂ, അടുത്ത നിമിഷം ദൈവം അനുവദിച്ചാല് ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകൂ. അതുകൊണ്ട് പ്രിയ സ്നേഹിത, നാളെ ഈ ലോകത്തിൽ നീ ഈ ആരോഗ്യത്തോടെ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നീ ജീവനോടെ ഉണ്ടാകുമെന്നോ ഒരു ഗ്യാരണ്ടിയും ഇല്ല. രാവിലെ ടാറ്റ പറഞ്ഞ് ഭവനത്തിൽ നിന്ന് യാത്ര തിരിച്ചവർ, കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞവർ, ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലായിരുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഈ സന്ധ്യാസമയത്ത് ശവപ്പെട്ടിക്കകത്ത് ഒതുങ്ങിയപ്പോൾ, എത്രയോ പ്രിയപ്പെട്ടവർ മോർച്ചറിക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ, പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി ബലത്തോടെ ഈ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ഒരു രാത്രി കൂടെ നിന്നെ ശേഷിപ്പിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതമാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഇതുപോലെ ഈ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. എത്ര ടൈം ബൈബിൾ പഠിപ്പിക്കുന്ന 90-ാം സങ്കീർത്തനം, ഈ മരണ വീടുകളിലൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്, 90-ാം സങ്കീർത്തനം. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ 80. ഇത് കേൾക്കുമ്പോൾ 50 വയസ്സുകാർക്ക് ഒരു സന്തോഷം, കാരണം 30 വർഷം കൂടെ എന്ത് ചെയ്യാം, ജീവിക്കാമല്ലോ അല്ലെ. 40 വയസ്സുകാർക്ക് അതിനേക്കാൾ സന്തോഷം, 40 വർഷം കൂടെ ജീവിക്കാമല്ലോ. പക്ഷെ അതിന്റെ ഹെഡിങ്ങിൽ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്? അത് മോശ എഴുതിയ സങ്കീർത്തനം എന്ന്. അതിന്റെ അർത്ഥം, വേദപുസ്തകം നാം പഠിക്കുമ്പോൾ 969 വർഷം ജീവിച്ച മെതിശിലേക്കാണ് ഏറ്റവും കൂടുതൽ വർഷം ഈ ലോകത്തിൽ ജീവിച്ചത്. അതിനുശേഷം മനുഷ്യന്റെ ആയുസ് കുറയാൻ തുടങ്ങി. മനുഷ്യന്റെ ആയുസ് കുറഞ്ഞ് മോശയുടെ കാലഘട്ടം എത്തിയപ്പോൾ മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ 80 പക്ഷെ ഈ കാലഘട്ടം നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 80 വയസ്സും 90-ഉം 100 വയസ്സൊക്കെ ഇരിക്കുമ്പോൾ അത് ഭാഗ്യമാണെന്ന് കരുതണം. ഇതിനകത്തിരിക്കുന്ന ആരും സ്വോത്രം പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യമാണെന്ന് കരുതണം. കാരണം എന്താണെന്നറിയാമോ? പണ്ട് മരണത്തിന് ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. പ്രായമുള്ള ആളിനെ നോക്കിയിട്ട് പറയും, ആളാണ് അടുത്ത് മരിക്കാൻ പോകുന്നത്. അതിനേക്കാൾ പ്രായം കുറഞ്ഞ ആളിനെ നോക്കി അന്ന് പറയാമായിരുന്നു, അതാണ് അടുത്ത് പോകുന്നയാള്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ കൊച്ചുമക്കൾ മരിക്കുന്ന കാലഘട്ടം, അപ്പച്ചനും അമ്മച്ചിയും ജീവനോടിരിക്കുമ്പോൾ കൊച്ചുമക്കൾ മരിക്കുന്ന കാലഘട്ടം, അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന കാലഘട്ടം. അതിന്റെ അർത്ഥം മരണത്തിന്റെ ടൈമിംഗ് വരെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബൈബിൾ പഠിപ്പിക്കുന്ന എങ്ങനെയാ? രാവിലെ മുളച്ചു വരുന്നതും വൈകിട്ട് അരിഞ്ഞു വാടിപ്പോകുന്നതുമായ പൂ പോലെ, പുല്ല് പോലെ, ആവി പോലെ, നിഴൽ പോലെ മനുഷ്യന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുമ്പോൾ, പ്രിയ സ്നേഹിത, രണ്ടാമത്തെ വാസസ്ഥലമാകുന്ന ഈ കൂടാരവാസത്തിൽ എത്ര കാലം നീ ഈ ലോകത്തിലുണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ ഒരു കാര്യം, ഈ രണ്ടാമത്തെ വാസത്തിന്റെ സ്ഥലത്തിന്റെ പ്രത്യേകത, ഇവിടെ ആയിരിക്കുമ്പോഴാണ് അടുത്ത 6-ാമത്തെ വാസസ്ഥലം വരെ എവിടെ പോകണമെന്ന് തീരുമാനമെടുക്കേണ്ടത് ഇവിടെ ആയിരിക്കുമ്പോഴാണ്. എന്തിനാ നമ്മൾ ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈ രണ്ടാമത്തെ വാസസ്ഥലത്ത് നമ്മളായിരിക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ഇവിടെ വെച്ചാൽ നമ്മൾ തീരുമാനിക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ ഈ പറയുന്നത് കേട്ടിട്ടുണ്ട്, മരിച്ചതിന് ശേഷം ചെയ്യുന്ന ക്രിയകൾ കൊണ്ടും മരണാനന്തര ചടങ്ങുകൾ കൊണ്ടും അങ്ങ് മോക്ഷം പ്രാപിക്കാം, സായുജ്യം പ്രാപിക്കാം, ബലിയർപ്പണങ്ങൾ കൊണ്ടൊക്കെ സ്വർഗത്തിൽ പോകാമെന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം എന്നറിയപ്പെടുന്ന ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയും, സഭാപ്രസംഗി 9-ന്റെ 5-ാം വാക്യത്തിൽ ഒരു മരിച്ചുപോയ വ്യക്തിയുടെ പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയുന്നു. വായിക്കുന്ന എങ്ങനെയാ? ജീവിച്ചിരിക്കുന്നവർ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അതിന്റെ അർത്ഥം, മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ പെട്ടിക്കകത്ത് കിടത്തിയാലും, മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ കല്ലറയ്ക്കകത്ത് കിടത്തിയാലും, മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ ഡ്രസ് അവരെ പുതപ്പിച്ചാലും, മരിച്ചതിന് ശേഷം അവരുടെ പേരിൽ 10 വീട് വെച്ചു കൊടുത്താലും, മരിച്ചതിന് ശേഷം എന്തെല്ലാം ബലിയർപ്പണങ്ങൾ ചെയ്താലും, അവിടെ വായിക്കുന്ന എങ്ങനെയാ? മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അടുത്ത വാക്യം, മേലാൽ അവർക്കൊരു പ്രതിഫലമില്ല, അവരുടെ ഓർമ്മ വിട്ടുപോകുന്നല്ലോ, അവരുടെ ദേഷ്യവും അവരുടെ അസൂയയും എല്ലാം മരണത്തോടെ അസ്തമിക്കുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, സൂര്യനെ കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരിക്കലും ഓഹരിയില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിത, മരിച്ചതിന് ശേഷം എന്റെ ഭാര്യയോ എന്റെ മക്കളോ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും എനിക്കൊരിക്കൽ പോലും മോക്ഷം പ്രാപിക്കാൻ പറ്റില്ല, എനിക്കൊരിക്കൽ പോലും സായുജ്യം പ്രാപിക്കാൻ പറ്റില്ല, എനിക്കൊരിക്കൽ പോലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രണ്ടാമത്തെ വാസസ്ഥലത്തിൽ ഈ ആരോഗ്യത്തോടെ ആയിരിക്കുമ്പോൾ
ഈ ബലത്തോടെ ആയിരിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കാമോ, എത്രത്തോളം വിശുദ്ധ ജീവിതം നയിക്കാമോ, എത്രത്തോളം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാമോ, അതനുസരിച്ച് മാത്രമേ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഇതാണ് രണ്ടാമത്തെ വാസസ്ഥലം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തെളിയിക്കുന്നില്ല. അടുത്ത മൂന്നാമത്തെ വാസസ്ഥലം എന്ന് പറയുന്നത് കല്ലറവാസമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോണേ. കല്ലറവാസത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. നമ്മൾ ഒരു നിമിഷത്തേക്ക്, എല്ലാവരും ശ്രദ്ധിച്ചോണേ, ഒരു 2 മിനിറ്റേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. മനസ്സുകൊണ്ട് നമുക്ക് എവിടെ പോകാം? നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. നാം സ്നേഹിക്കുന്ന നമ്മുടെ കട്ടിൽ അവിടെ കിടപ്പുണ്ട്. ചില ആൾക്കാർ പറയുന്ന കേട്ടില്ലോ, എന്റെ കട്ടിലിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ, എന്റെ ബെഡ്റൂമിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ, എന്റെ ബെഡ്ഷീറ്റ് മൂടിയാലേ ഉറക്കം വരത്തുള്ളൂ, എന്റെ തലയിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. ആരും തൊടാൻ ആഗ്രഹിക്കാത്തത് പല രഹസ്യങ്ങളും നമ്മുടെ ബെഡ്റൂമിനകത്തുണ്ട്. ശ്രദ്ധിച്ചോണേ, നമ്മൾ ആ ബെഡ്റൂമിലേക്ക് പോകുകയാണ്. ആരും കാണിക്കാത്തത്, ആരും തൊടാൻ ആഗ്രഹിക്കാത്ത പല രഹസ്യങ്ങളും ആ ബെഡ്റൂമിനകത്തുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അതിനകത്ത് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാസസ്ഥലത്തിൽ നിന്നും ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ. പക്ഷേ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അധിക സമയം നമ്മൾ സ്നേഹിച്ച ബെഡ്റൂമിൽ നമ്മെ കിടത്തത്തില്ല. ആ ബെഡ്റൂമിൽ നമ്മെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ട് കിടത്തുന്നറിയാമോ? ഹാളിൽ കൊണ്ട് കിടത്തും. പോയില്ലേ, നമ്മുടെ ബെഡ്റൂം പോയി, കട്ടില് പോയി, തലയണ പോയി, ബെഡ്ഷീറ്റ് പോയി. ഒരിക്കൽ പോലും തിരിച്ച് ആ ബെഡ്റൂമിൽ പിന്നെ കയറാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ഹാളിലും കിടപ്പുണ്ട്, ഒത്തിരി ഫർണിച്ചറുകൾ കിടപ്പുണ്ട്. അങ്ങ് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞ ടൈലും മാർബിളും ഒക്കെ ഹാളിൽ കിടപ്പുണ്ട്. മേടിച്ച് സമ്മാനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ആ ഹാളിലും അധിക സമയം കിടത്തത്തില്ല. അവിടെ നിന്നും ഒരു ടൈമുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മെ പുറത്തേക്കെടുത്ത് ആ മുറ്റത്ത് കിടത്തും. പോയില്ലേ, ഇത്ര ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വീടാണെങ്കിലും, കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് വെച്ച വീടാണെങ്കിലും, ആ ജീവൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ വാസസ്ഥലത്തിലായിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാറ്റിനും നമ്മെ പുറത്തേക്ക് കൊണ്ടുവരും. പിന്നെ ഒരിക്കൽ പോലും ആ വീട്ടിൽ തിരിച്ചു കയറാൻ പറ്റില്ല. ഒരിക്കൽ പോലും ആ ബെഡ്റൂമിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. അവിടെയും ഒരു ടൈമിംഗ് ഉണ്ട്. ആ സമയം വരെ മാത്രമേ മുറ്റത്തും കടത്തത്തുള്ളൂ. അങ്ങ് എവിടെയോ ഒരു കോണിൽ, എവിടെയോ വെട്ടപ്പെട്ട 6 അടിയുള്ള ഒരു കുഴിയുണ്ട്. അവിടേക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സമയമാ രഥത്തിൽ എന്നുള്ള പാട്ടൊക്കെ പാടി 4 പേർ തോളിലെടുത്ത് അവിടെ കൊണ്ടുപോയിട്ട്, എത്ര സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും, ഒരു പിടി മണ്ണ് വാരിയിട്ടിട്ട് ഒരു തുള്ളി കണ്ണുനീര് പൊഴിച്ച് തിരിഞ്ഞു പോലും നോക്കാതെ അവർ തിരിച്ചു പോകും. ഇതാണ് കല്ലറവാസം. ഒറ്റയ്ക്ക് പോകേണ്ടി വരും. പക്ഷെ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. പ്രത്യാശയുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് നമ്മുടെ ജഡം മാത്രമേ അവിടെ കല്ലറയിൽ കിടക്കത്തുള്ളൂ. നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കും? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കൂ. അവിടെയും ഒരു ടൈമിംഗ് ഉണ്ട്. ഒന്നാമത്തെ വാസസ്ഥലത്തിൽ 9 മാസവും ചില ദിവസങ്ങളായിരുന്നു എങ്കിൽ, രണ്ടാമത്തെ വാസസ്ഥലത്തിൽ ടൈമിംഗ് ഇല്ല എങ്കിൽ, ആ മൂന്നാമത്തെ വാസസ്ഥലത്തിൽ ഒത്തിരി റെഫറൻസ് ഒക്കെ ഉണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും ഒക്കെ കാണുമ്പോൾ എങ്ങനെയാ ആമേൻ ഹല്ലേലൂയ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ കല്ലറ പൊട്ടിയുയർക്കും എന്ന് പറഞ്ഞാൽ, കല്ലറവാസത്തിന് നമ്മെ ഒതുക്കാൻ പറ്റില്ല. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഇവിടെയായിരിക്കും ദൈവമക്കൾക്ക് അഭിമാനത്തോടും പ്രത്യാശയോടും പറയുവാൻ കഴിയും. ആരാണോ ക്രിസ്തുവിൽ ജനിച്ചത്, ആരാണോ ക്രിസ്തുവിൽ ജീവിച്ചത്, ആരാണോ ക്രിസ്തുവിൽ മരിച്ചത്, അവരുടെ കല്ലറകൾ നമ്മെ എവിടെയാണോ അടക്കം ചെയ്തിരിക്കുന്നത്, അവിടേക്ക് നമ്മുടെ ആത്മാവ് വന്ന് കല്ലറ പൊട്ടി ഒരു ദിവസം നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് മൂന്നാമത്തെ കല്ലറവാസം. 4ഉം 5ഉം പറയാൻ സമയമില്ല. അവസാനത്തും കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. അവസാനത്തെ വാസം എന്ന് പറഞ്ഞാൽ 6ാമത് 2 ഉണ്ട്. അതാണ് ലൂക്കോസിലെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇതാ ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തിയിട്ട് വലത്തുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ രാജ്യം അവകാശമാക്കുക. ഇടത്തുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു, പിശാചിനും അവന്റെ ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുക. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിനകത്തും പുറത്തും കേൾക്കുന്നവരെ, പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സോപ്പ് വേണോ നാരങ്ങ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ സോപ്പ് വേണോ എന്ന് പറഞ്ഞാൽ പറയും നീ സ്വർഗത്തിൽ പോകുമെന്ന് പറയും. നാരങ്ങ വേണമെന്ന് പറഞ്ഞാൽ പറയും നീ നരകത്തിൽ പോകുമെന്ന് പറയും. അതിന്റെ അർത്ഥം അന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ
നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്ക് പോലും, ഈ ചുറ്റും കേൾക്കുന്ന എത്ര പേര് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്, നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. പ്രിയ സ്നേഹിത, രണ്ടാമത്തെ വാസസ്ഥലമാകുന്ന ഈ കൂടാരവാസത്തിലായിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യമാണ്, ഈ ലോകം വിട്ട് നമ്മൾ ഒരു ദിവസം പോകും. എപ്പോഴാ പോകുന്നതെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ എവിടെയാണ് പോകേണ്ടത്, സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്ന് ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അതിനെന്താണ് പാസ്റ്റേ വഴി? വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിന്റെ അർത്ഥം, ഇന്ന് രാത്രി പഞ്ചായത്തിൽ നമ്മുടെ പേര് കാണും, റേഷൻ കാർഡിൽ നമ്മുടെ പേര് കാണും, വില്ലേജിൽ നമ്മുടെ പേര് കാണും, പല പല ബാങ്കുകളിൽ നമ്മുടെ പേര് കാണും, ഒരുപക്ഷെ സഭകളിൽ നമ്മുടെ പേര് കാണും. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ എത്ര പേർക്ക് പറയുവാൻ കഴിയൂ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്? ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വരാനുള്ള ഒറ്റ ഉദ്ദേശം ഇത്രയും മാത്രമേ ഉള്ളൂ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലേ ഇല്ല. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ജീവപുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇന്ന് രാത്രി എന്റെ പ്രസംഗം സമയം തരുന്നത് കൊണ്ട് നിർത്തുകയാണ്. ഈ 6ാമത്തെ വാസസ്ഥലമാകുന്ന നിത്യജീവൻ എന്ന നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കണമോ, നിത്യ നരകത്തിലേക്ക് പോകണോ എന്ന് നിനക്ക് ജീവനുള്ളപ്പോൾ, ഈ ആരോഗ്യമുള്ളപ്പോൾ തീരുമാനിക്കണം. അതിനെന്താണ് വഴി? ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ രക്ഷകനും ഗുരുവുമായി സ്വീകരിക്കണം. മറ്റൊരുവനിലും രക്ഷയില്ല. യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, യേശു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. യേശു ക്രിസ്തു ഒരു മാർഗമാണ്. എങ്ങോട്ടുള്ള മാർഗം? നിത്യരക്ഷയിലേക്ക്, ആ സായുജ്യത്തിലേക്ക്, അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യനുമില്ല. ഈ ലോകത്തിൽ വന്ന ഒരു ഗുരുക്കന്മാരുമില്ല, ഒരു മഹാന്മാരുമില്ല. ഒരൊറ്റയാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതാണ് നസറേയനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് അതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറക്കല്ലേ, ഒരു പ്രധാനമായിട്ടും 6 വാസസ്ഥലത്തിൽ കൂടെ നമ്മൾ കടക്കേണ്ടവരാണ്. 1ാമത്തെ വാസസ്ഥലമാകുന്ന അമ്മയുടെ ഉദരത്തിനകത്ത് സർവശക്തനായ ദൈവം നമ്മെ സംരക്ഷിച്ചു, നമ്മെ സൂക്ഷിച്ചു. ഒരു ഊനമില്ലാതെ, പൂറൽ പോലുമില്ലാതെ 2ാമത്തെ വാസസ്ഥലത്തിലേക്ക് വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സ്തോത്രം കുറയരുത്, ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കുറയരുത്. ദൈവത്തിന് നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം. 2ാമത്തെ വാസസ്ഥലമാകുന്ന ഈ കൂടാരവാസത്തിൽ നമ്മൾ ദൈവ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. അതിന് മരണത്തിന് ശേഷം ചെയ്യുന്ന ക്രിയകൾ കൊണ്ടോ ബലിയർപ്പണങ്ങൾ കൊണ്ടോ ഒരിക്കൽ പോലും നിത്യശാന്തി പ്രാപിപ്പാൻ കഴിയത്തില്ല. ആയതിനാൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ആ രക്ഷയിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. അപ്രകാരം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട്, ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ ഈ ചെറിയ സന്ദേശത്തിൽ നിന്നിരിക്കുന്നു. ദൈവം ഈ ദേശത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ശിവശോൻ മാർട്ടിൻ. വളരെ അനുഗ്രഹമായ ഒരു സന്ദേശം നമുക്കിവിടെ ഈ വൈകിയ വേളയിൽ ലഭിക്കുവാനിട വന്നു. അപ്പം നമ്മൾ മീറ്റിംഗ് താമസിച്ചതുകൊണ്ട് ഒരു നഷ്ടവുമില്ല, എല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി ഗാനം ആലപിക്കുന്നതിന് മുമ്പ് സമയക്കുറവുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിനോയെ ക്ഷണിച്ചുകൊള്ളുന്നു. താൻ 2 വാക്കിൽ ഒരു നന്ദി പ്രകാശനം നടത്തും, നമ്മളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം ബിനോ ഒരു ഗാനം ആലപിക്കും. കർത്താവിന്റെ ഭാഗത്ത് ക്രൈസ്റ്റ് മിഷൻ നേതൃത്വത്തിൽ ഈ പെരുമള ദേശത്തേക്ക് പ്രിയ പോൾ ജോർജ് പാസ്റ്റർ നേതൃത്വത്തിൽ കർത്താവിന്റെ ദാസന്മാർ ഈ ദേശത്ത് മറ്റു മയക്കുമരുന്നുള്ള ബോധവൽക്കരണം അതിനോടനുബന്ധിച്ച് സുവിശേഷ സന്ദേശവും ഈ ദേശത്തേക്ക് അറിയിക്കുവാൻ ഈ പ്രഭാതത്തിൽ യാത്ര ചെയ്ത് ഈ ദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ദിവ്യ സന്ദേശം അറിയിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഈ സന്ധ്യാസമയത്ത് ഈ പള്ളി ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടുവാൻ, ഈ ദേശത്തുള്ള ദിവ്യ സന്ദേശം അറിയിക്കുവാൻ, നിത്യരക്ഷയുടെ സന്ദേശം അറിയിക്കുവാൻ, നിത്യസമാധാനത്തെക്കുറിച്ച്, ദൈവിക സമാധാനത്തെക്കുറിച്ച് ദേശത്തെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് ഈ അവസരം നൽകിയ
ദൈവത്തിന് നന്ദി പറയുകയാണ്. ആദ്യമായി ഞങ്ങൾക്ക് ഈ ദേശത്തെ വിവിധയിടങ്ങളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത സന്ദേശം അറിയിക്കുവാനും സുവിശേഷം അറിയിക്കുവാൻ വലിയവനായ കർത്താവ് നൽകുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ആദ്യമായി കർത്താവിന് നന്ദി അറിയിക്കുകയാണ്. അതിന് കാരണമായി തീർന്നത് കർത്താവിന്റെ പോൾ ജോർജ് മാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കർത്താവിന്റെ ദാസന്മാർ ഈ ദേശത്തേക്ക് വരുവാനും ഈ ദേശനിവാസികളെ സ്നേഹിച്ച് കർത്താവിനെ ആ സന്ദേശം അറിയിക്കുവാൻ ഈ പ്രഭാതത്തിൽ എത്തിച്ചേരുവാൻ നാം ഇടയായിത്തീർന്നു. അവരോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവിനെയും ധാരാളം അനുഗ്രഹിക്കുന്നു, സഹായിക്കട്ടെ. ഞങ്ങളുടെ വിവിധ ഇടങ്ങളിൽ ഞങ്ങളുടെ ഈ സന്ദേശം ശ്രദ്ധിക്കുകയും വീക്ഷിക്കുന്ന എല്ലാ നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും അതിനുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഈ മജിഫിസും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പ്രിയ സുഭാഷ് ചേട്ടന് ഞങ്ങൾ നന്ദി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ഈ ദേശനിവാസികളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം നശിച്ചു പോകാതെ വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവൻ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമുണ്ട്? ഈ ദേശത്ത് അറിയിക്കുന്ന ആ നിത്യരക്ഷയുടെ സന്തോഷവും നിത്യസമാധാനവും അവൻ നിങ്ങൾ ദേശത്ത് അറിയിക്കുമ്പോൾ അവൻ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയങ്ങളിൽ ആ നിത്യരക്ഷയുടെ ആ സന്തോഷം കരസ്ഥമാക്കുവാൻ ദേശനിവാസികളെ ദൈവം സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ദാസന്മാർ ഈ ദേശം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദിയും അമ്മ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഈ ദേശനിവാസികളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് ഞങ്ങളെ സ്നേഹിച്ച് വന്ന ഈ പ്രവർത്തനം നേതൃത്വം നൽകിയ അമ്മ പോൾ ജോർജ് മാസ്റ്റർ മറ്റെല്ലാ ദൈവവാസം കൂടെ വന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവസ്ഥാനികളും ദൈവമേ അനുഗ്രഹിക്കട്ടെ. यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो ना सम्राट। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो ना सम्राट। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है जिंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है।
से चुराता, नाम पे जो आंखों को रोशनी भी देता, बीमारी से गरीबी से शामों से दे चुराता, वो नाम है जो आंखों को रोशनी भी देता, जिस नाम में है जिंदगी यीशु है वो नाम, जिस नाम में है जिंदगी यीशु है वो नाम, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु है सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। പ്രൈസ് ദി ലോർഡ്. വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ദൈവ സമർത്ഥമായി ഇനിയും അനുഗ്രഹിക്കട്ടെ. അനേക രാജ്യങ്ങളിലും കർത്താവിൻ്റെ ഗാനവുമായി സഞ്ചരിപ്പാൻ തക്കവണ്ണം ദൈവം വഴികളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനും ഇന്നുവരെ പ്രവർത്തിച്ചതിനെല്ലാം ദൈവം പ്രവർത്തിക്കുവാനും, കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ പാസ്റ്റർ ഗിബ്സൺ ഞാൻ ക്ഷണിച്ചുകൊള്ളു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, അനുഗ്രഹമേറിയ ഈ സായം സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ നാമത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട, ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ക്രൈസ്റ്റ് മിഷൻ സെന്ററിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ ദാസന്മാർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പെരുമ്പളദ്വീപിൽ കർത്താവിന്റെ നാമവുമായി വഹിച്ചുകൊണ്ട് സാക്ഷികളായി അനേക ഭവനങ്ങളിൽ കയറിയിറങ്ങുവാൻ, അനേകരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ, ചിലരെങ്കിലും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ നടക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തെ അവിടുന്ന് നിയന്ത്രിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കഫർനഹൂം കേന്ദ്രമാക്കി പ്രവർത്തിപ്പാനിടയായി തീർന്നെങ്കിൽ ഇന്ന് സ്വർഗത്തിൽ നിന്നുകൊണ്ട് സകല സുവിശേഷകന്മാരെയും അങ്ങനെ ദാസിദാസന്മാരെയും അവിടെ നിന്ന് നിയന്ത്രിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് നിറച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. രാത്രിയിൽ ഇവിടെ മുഴുകി കേൾക്കുന്ന ദൈവവചനം അനേക ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ, ഭാവികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായി നന്ദി. ഈ ദേശത്ത് വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾ കാണുന്നു, വലിയ മുന്നേറ്റം ഞങ്ങൾ കാണുന്നു, വലിയ വിശാലത ഞങ്ങൾ കാണുന്നു. ദൈവസഭ വളരുവാൻ തക്കവണ്ണം ഇടയാകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരു മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു അധ്യക്ഷ പ്രസംഗമില്ല. അധ്യക്ഷനായിരിക്കേണ്ട പാസ്റ്റർ ഗോപിനാഥ് ഇവിടെ വന്ന് ചേർന്നിട്ടില്ല. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നോട്ടീസിൽ നിശ്ചയിച്ച പോലുള്ള പ്രോഗ്രാം അല്ല ഇന്ന് ക്രമീകരിക്കുന്നത്. എന്നാലും ദൈവവചനം ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റവുമില്ല. ഇപ്പോൾ അല്പസമയം ശുശ്രൂഷിക്കുവാനായി കർത്താവിൻ ദാസൻ പാസ്റ്റർ എസ് പ്രസാദിനെ ക്ഷണിച്ചോളൂ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ദേശത്ത് മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കും
വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം എന്റെ സഹപ്രവർത്തകരായിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസീദാസന്മാർക്കും ഈ ദേശത്തിലെ നിവാസികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം ഏൽപ്പിച്ച വലിയ ഒരു ദൗത്യമാണ്, നിയോഗമാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ക്രൈസ്റ്റ് മിഷൻ വിവിധ സ്ഥലങ്ങളിൽ ആദിവാസി, അതുപോലെ തന്നെ സെറ്റിൽമെന്റ് കോളനി, തീരദേശം, മലയോരം, സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ളവരുടെ അടുക്കലേക്ക് ഞങ്ങൾ ഈ ദൗത്യവുമായി പോകുന്നത്. എന്താണ് ഇങ്ങനെ ഈ ദൗത്യമായി എല്ലാ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരുടെ അടുക്കലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ മാത്രമല്ല, ഈ വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരെല്ലാം അവർക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ അവരെ ടീമായിട്ടോ വ്യക്തിപരമായിട്ടോ സുവിശേഷം അറിയിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇത് ഏൽപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തു ഇത് ഏൽപ്പിക്കുവാനായിട്ടുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടത്തിൽ യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, യേശു എന്ന വാക്ക് കേട്ടിട്ടുള്ളൂ എന്നുള്ളതല്ലാതെ, ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് ഉള്ള ഒരു ചിന്ത അല്ലാതെ മറ്റൊന്നും എന്റെ ജീവിതത്തിലില്ലായിരുന്നു. അതുകൊണ്ട് ഈ നാമവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിച്ചതുകൊണ്ട് ഇതിനെ കേൾക്കുവാനോ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ തയ്യാറാകാതെ എന്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ള വഴികളിൽ നടന്നു. ജീവിതത്തിന്റെ അവസാനം ചെന്നെത്തിയത് മരണത്തിലേക്ക് ആയിരുന്നു, ആത്മഹത്യയിലേക്കായിരുന്നു. ഇന്ന് രാത്രികാലം ഈ സന്ദേശം കേൾക്കുന്ന ദേശത്തിലെ ഏതെങ്കിലും വ്യക്തികൾ ആത്മഹത്യയുടെ വക്കിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ, അതെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് സഹിക്കുവാനും പരിഹരിക്കാനും കഴിയുന്നതാണ്. എന്നാൽ മരണം വഴിയായി നിങ്ങൾ വേർപെട്ടു പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള സമാധാനമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ എത്തപ്പെടുകയില്ല. അതുകൊണ്ട് അതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ എന്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ മാറ്റിയത് കൊണ്ട്, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. ഞാൻ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ എന്നെ വളരെ അത്ഭുതകരമായി എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് സകല ജാതികളോടും സുവിശേഷം അറിയിക്കുവാൻ പറഞ്ഞത്? തിരുവെഴുത്തിൽ ഇങ്ങനെ കാണുന്നു, മക്കൾ മാംസ രക്തങ്ങളോടുകൂടി അവർ ആകെക്കൊണ്ട് അവനും അവരെ പോലെ മാംസ രക്തത്തോടുകൂടിയവനായി. നോക്കുക, കർത്താവായ യേശുവും നാമും തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയുള്ളതാണെന്ന് ആ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു തിരുവെഴുത്ത് പ്രകാരം കാണുവാൻ കഴിയുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. ഭൂതലത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരുത്തനിൽ നിന്നുളവാക്കി. ആ ഒരു മനുഷ്യൻ ആരാണ്? വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 3:38 മനസ്സിലാക്കുവാൻ കഴിയുന്നു, ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. എന്താ ആദാം ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ കാരണം? വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം മനുഷ്യനെ
പൊടിയിൽ നിന്ന് തന്റെ മനുഷ്യന്റെ ഭൗതിക ശരീരം നിർമ്മിച്ചുവെന്ന് തിരുവെഴുത്ത് നമ്മെ മനസ്സിലാക്കി തരുന്നു. പൊടിയിൽ നിന്ന് മനുഷ്യ ശരീരമുണ്ടാക്കിയ മനുഷ്യനെങ്ങനെ ദൈവത്തിൻ്റെതായി മാറും, ദൈവത്തിന്റെ മകനായി മാറും? എന്റെ രക്തബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിനെ ഞാൻ വളരെ ആധികാരികമായി പറയും, അവൻ എന്റെ മകനാണ്. അതേ ആധികാരികത ആദാമിനെ നോക്കി പറയുവാൻ ദൈവത്തിനുണ്ട്. എന്താ ആ ആധികാരികതയ്ക്ക് കാരണം? ഈ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലതും തന്റെ വാക്കുകൊണ്ട് ബഹുവിധ ജ്ഞാനത്തിന്റെ ഉടമസ്ഥനായ, അത്യുന്നതനായ, നിത്യനായ, സർവശക്തനായ, സർവവ്യാപിയായ, ആലോചനയിൽ വലിയവനായ, ഭാവന സമ്പന്നനായ ദൈവം എത്ര മനോഹരമായാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. അതേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, നിർമ്മിച്ചപ്പോൾ അവന്റെ ഭൗതിക ശരീരം മണ്ണിൽ നിന്ന് ഉരുവായി. എന്നാലേ മനുഷ്യന്റെ ഉള്ളിലെ മനുഷ്യാത്മാവുണ്ടല്ലോ, ആ മനുഷ്യാത്മാവ് സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ ജീവശ്വാസത്തിൽ നിന്നാണ്. ഈ സന്ദേശം കേൾക്കുന്ന ദേശത്തിലെ നിവാസികളെ, നിങ്ങൾക്ക് യേശുവുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു കാലഘട്ടത്തിൽ യേശുവാരെന്ന് തിരിച്ചറിയാതെ എതിർത്ത് മുന്നോട്ട് പോയ ഒരു ജീവിതാനുഭവം എനിക്കുണ്ട്. എന്നാൽ തിരുവഴുത്തിൽ കൂടെ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ എന്റെ ഉള്ളിലുള്ള മനുഷ്യാത്മാവുണ്ടല്ലോ, അത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ മാത്രമല്ല, അത് ആദിവാസിയുടെ ആയിരുന്നാലും, സെറ്റിൽമെന്റ് കോളനിയിലെ ജീവിതങ്ങളായിരുന്നാലും, തീരദേശത്തെ ജീവിതങ്ങളായിരുന്നാലും, സമൂഹത്തിൽ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ ഏത് കോണിലുള്ള വ്യക്തിയായിരുന്നാലും, നിങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യാത്മാവിന്റെ ഉടമസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ദൈവമാണ്, കർത്താവായ യേശുവാണ്. എങ്ങനെയാ യേശുവുമായിട്ട് ആ ബന്ധം വരുന്നതെന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുന്നു. യേശു 2000 വർഷമല്ലേ ആയുള്ളൂ എന്നൊരു തെറ്റായ ചിന്താഗതി എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അല്ല, വേദപുസ്തകം പറയുന്നു ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. സകലതും അവൻ മുഖാന്തരം ഉളവായി. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഈ ഭൂമി അവൻ മുഖാന്തരം ഉളവായി. നാം അനുഭവിക്കുന്ന ധാന്യങ്ങൾ അവൻ മുഖാന്തരം ഉളവായി. നാം അനുഭവിക്കുന്ന ഫലവർഗ്ഗങ്ങൾ അവൻ മുഖാന്തരം ഉളവായി. നാം അനുഭവിക്കുന്ന മഴ അവൻ മുഖാന്തരം ഉളവായി. നാം ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം അവൻ വചനമാകുന്ന ദൈവം മുഖാന്തരം ഉളവായി. മനുഷ്യനും അവൻ മുഖാന്തരം ഉളവായി. അങ്ങനെയാണെങ്കിൽ വെറുതെ എല്ലാ സകല ജാതികളോടും സുവിശേഷം അറിയിക്കുവാൻ ദൈവം പറഞ്ഞത്. തന്റെ മക്കൾ തന്നിൽ നിന്ന് വേർപെട്ട് ജീവിക്കുമ്പോൾ ഏത് മാതാപിതാക്കൾക്കാണ് സന്തോഷകരമായി മാറുന്നേ? നമ്മുടെ കുഞ്ഞൊരു തെറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാകാതെ കൂടുതൽ തെറ്റിലേക്ക് പോകുമ്പോൾ പറയും, അവൻ എന്റെ മകനൊന്നുമല്ലെന്ന്. പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചു നോക്ക്, അടങ്ങിയിരിക്കാൻ കഴിയുമോ? ഇതുപോലെ ആ ദൈവഹൃദയത്തിന്റെ വേദന. പാപം മനുഷ്യനിലേക്ക് പ്രവേശിച്ചപ്പോൾ, മനുഷ്യനിലേക്ക് പാപം കടത്തിവിട്ട പൈശാചിക ശക്തിയുടെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ആ തിരുവഴുത്ത് ഇങ്ങനെയാ പൂർത്തീകരിക്കേണ്ടത്: മക്കൾ മാംസരക്തങ്ങളോടുകൂടിയവർ ആകൊണ്ട് അവനും ആത്മാവാകുന്ന വചനമാകുന്ന ദൈവം, സകലതും ഉളവാക്കിയ ദൈവം മറിയുടെ ഗർഭപാത്രത്തിൽ പുരുഷബന്ധം കൂടാതെ, മാംസബന്ധങ്ങളുടെ സംയോജനം കൂടാതെ, രക്തബന്ധം കൂടാതെ
വചനമാകുന്ന ദൈവം സ്വയം ശൂന്യനായി ആ ഗർഭപാത്രത്തിൽ മാംസരക്തത്തോടുകൂടി ഒരു ശരീരം സ്വീകരിച്ചു. അതാ കർത്താവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ ശ്രേഷ്ഠത. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദേശത്തിലെ നിവാസികളെ, നിങ്ങൾക്ക് അവനെ തള്ളിക്കളയാൻ കഴിയത്തില്ല. നിങ്ങൾ തള്ളിക്കളഞ്ഞാലും അവന് നിങ്ങളെ തള്ളിക്കളയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആ സ്നേഹം, സുവിശേഷം എന്ന ദൗത്യവുമായി നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. യേശു എന്നെ സ്നേഹിച്ചതുപോലെ, ലോകത്തെ സ്നേഹിച്ചതുപോലെ ഏവരെയും സ്നേഹിക്കുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്ത് ജയിലിൽ പോയി കിടക്കണമെന്ന് നാം ആഗ്രഹിക്കുമോ? ഇല്ലേ, ഇല്ല. അവനെ അവിടെ എത്തപ്പെടാതിരിക്കാൻ എന്തെല്ലാം പ്രയത്നങ്ങൾ, സമ്പത്തും സമയവും എല്ലാം ചെലവഴിക്കുന്നുവെങ്കിൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. വചനം പറയുന്നു, വചനം ജഡമായി തീർന്നു, മാംസരക്തത്തോടുകൂടിയവനായി. ഇന്ന് രാത്രികാലം ഈ ദേശത്തിലെ നിവാസികളെ, അവന്റെ ഹൃദയത്തിന്റെ വേദന നിങ്ങൾ തിരിച്ചറിയണം. അവനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾക്ക് മടങ്ങി വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെ അകറ്റുന്ന ഒന്നുണ്ട്. അതിന്റെ പേരാണ് പാപം. ആദ്യ മനുഷ്യരിലേക്ക് പ്രവേശിച്ച പാപം, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വേർപെടുത്തിയ സാത്താന്റെ വാക്കിൽ കൂടെ മനുഷ്യനിലേക്ക് പ്രവേശിച്ച വേദത്തിന്റെ വഞ്ചനയുടെയും ആത്മാവിന്റെ വ്യാപാരത്തിൽ ഉള്ളിൽ പ്രവേശിച്ച പാപമുണ്ടല്ലോ, പാപമാണ് നിങ്ങളും ദൈവവും തമ്മിൽ ചേർന്നിരിക്കാൻ അനുവദിക്കാതെ തടുക്കുന്നതെങ്കിൽ, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചി ശക്തിയാണ് അതിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നമുക്ക് വേണം ആ ബന്ധം. നമ്മുടെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരണ്ടേ? അപ്പനുമായിട്ടുള്ള ബന്ധം യഥാസ്ഥാനപ്പെടണ്ടേ? ഒരേ ഒരു വഴി, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപം പരിഹരിക്കുവാൻ, പാപത്തിന്റെ ശക്തിയെ പകർക്കുവാൻ, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തിയെ പകർക്കുവാനാ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. തന്റെ പ്രവൃത്തിയിൽ മുഴുവനും മനുഷ്യനോടുള്ള ആ ബന്ധം, സ്നേഹം വെളിപ്പെടുത്തുവാനായിട്ടിടയായി. ഇന്ന് രാത്രികാലം ഈ സന്ദേശം കേൾക്കുന്ന ദേശനിവാസിയെ, നിങ്ങളുടെ ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കപ്പെട്ട ആ പുതിയ നിയമമുണ്ടല്ലോ, നിങ്ങളത് വായിക്കണം. ദയവായി നിങ്ങളത് വായിക്കണം. അന്നത്തെ മനുഷ്യരോട് തന്റെ മക്കളെന്നുള്ള നിലയിൽ ഇടപെട്ടുവെങ്കിൽ ഇന്നും അതേ നിലയിൽ ഇടപെടുന്ന മഹത്വത്തിന്റെ കർത്താവാണ് യേശു. സാത്താന്റെ തലയെ തകർത്ത് അവന്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തന്റെ ജീവനെ മറുവിലയായി നൽകിയവനാണ് യേശു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ തന്റെ ജീവനെ മറുവിലയായി തന്നവനാണ് കർത്താവായ യേശു. ഇത്രമാത്രം അവൻ നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ദേശം അവനെ അവഗണിക്കരുത്. ദേശത്തിലെ നിവാസികൾ അവനെ അവഗണിക്കരുത്. അവൻ മഹത്വത്തിന്റെ ദൈവമാണ്. അവൻ മഹത്വത്തിന്റെ ദൈവമാണ്. അവൻ മഹത്വത്തിന്റെ ദൈവമാണ്. അവൻ നിങ്ങളുടെയും ദൈവമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ നന്മയുടെയും അവകാശി ആരെന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശുവാണ്. അവനിലേക്ക് നിങ്ങൾ മനംതിരിയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അവരെയും സഹായിക്കട്ടെ. വളരെ ശക്തമായ ഒരു സന്ദേശം നമ്മൾക്ക് ലഭിച്ചു. ക്രൈസ്റ്റ് മിഷന്റെ ചീഫ് കോർഡിനേറ്ററായ, ഏഷ്യൻ പെന്റക്കോസ്റ്റൽ ചർച്ചസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പാസ്റ്റർ എസ് പ്രസാദ് നന്ദി പറയുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ബ്രദർ ബാബുവിനെ ക്ഷണിച്ചുള്ളത്, ഇവാഞ്ചലിസ്റ്റ് ബാബു, അദ്ദേഹം കടന്നു വരിക. അതിനുശേഷം ബിനോ ഒരു ഗാനം ആലപിക്കും. ബ്രദർ ബാബു ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ,
ഈ ദേശത്ത് കർത്താവെ സ്തോത്രപ്പ, അങ്ങയുടെ കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവത്തിന്റെ വചനം ഈ ദേശത്ത് സംസാരിക്കുവാൻ കർത്താവ് അങ്ങയുടെ ദാസന്മാരെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. അപ്പച്ച കേട്ട ദൈവമക്കൾക്കായി സ്തോത്രം. കർത്താവെ, ദേശത്ത് കിടക്കുന്ന സകല ദൈവമക്കളെയും കർത്താവെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ദാസൻ ബ്രദർ ബിനു. പ്ലീസ്. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ, കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം തന്നെയാ. ജീവൻ നൽകിയതും ജീവന്റെ ഒപ്പം നീ, ദാഹം തീർക്കും ജീവൻ നാദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം തന്നെയാ. ജീവൻ നൽകിയതും ജീവന്റെ ഒപ്പം നീ, ദാഹം തീർക്കും ജീവൻ നാദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. അറിയാവുന്നവർ ഒരുമിച്ച് ചേർന്ന് പാടിയാട്ടോ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ.
എല്ലാവരും കരങ്ങളടിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കാം, പ്രോത്സാഹിപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു ഗായകനെ നമ്മൾ ഇന്നാണ് കാണുകയും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമ്മൾക്ക് ആസ്വദിക്കുവാൻ ഇടവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുമ്പോൾ കർത്താവിൻ ദാസൻ വരണം കേട്ടോ. ക്രൈസ്റ്റ് മിഷൻ്റെ പല പ്രവർത്തനങ്ങളിലും മീറ്റിങ്ങുകളിലും ഞങ്ങൾ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതിന് ബ്രദർ ആന്റണി പെരേരയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ബ്രദർ ആന്റണി പെരേര. സ്തോത്രം കർത്താവേ, സ്തോത്രം. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ ദൈവം തരുന്ന നിയമപ്രകാരം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, സ്തോത്രം. തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നുവിട്ടത് ദൈവമാണ്. അവനില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ വരുവാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഒന്നോ രണ്ടോ പേരുടെ നാമത്തിൽ ദൈവം ഈ മധ്യത്തിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഈ വേദിയിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സ്റ്റേജിന് മുമ്പിലും ഇരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ഞങ്ങളുടെ സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ ദാസനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും തുടർന്ന് തന്റെ ദാസൻ ഈ വേല ചെയ്യുവാൻ കർത്താവെ തന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദാസനെയും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ഭൃത്യന്മാർ, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ ദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന മാന്യമിത്രമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾ 3 വർഷം മുമ്പ് ഈ പെരുമ്പളം ദ്വീപിലും ഇതുപോലെ വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോവാൻ ഇടവന്നു. വീണ്ടും 3 വർഷത്തിന് ശേഷം ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ ദേശത്തെ ദൈവത്തിന് അനുഗ്രഹിക്കുവാനുണ്ട്. ഞങ്ങളുടെ ദൈവദാസീദാസന്മാർ ഇന്ന് രാവിലെ മുതൽ വളരെയധികം ഈ കാലാവസ്ഥയിലും അവർ ഉത്സാഹിച്ചുകൊണ്ട് അനേകര ഭവനങ്ങളെ സന്ദർശിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും പരസ്യ യോഗങ്ങൾ നടത്തുവാനും ഇടവന്നു. അവരെ ദൈവം ബലപ്പെടുത്തി. അവർ വിതച്ച വിത്ത് അത് ഫലം കിളുക്കും. അത് പ്രൈസ് ദി ലോർഡ്. അത് വളർന്ന് അത് ഫലമായി തീരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവവേല ചെയ്യുന്നവര് ഈ ദേശത്തെ അനുഗ്രഹിക്കുവാൻ കടന്നു വരുമ്പോൾ അത് വൃഥാവായി പോകത്തില്ല. അതൊരു അനുഗ്രഹമായി തന്നെ തീരും എന്ന് വിശ്വസിക്കുന്നു. ഈ സമയം ഞാൻ പാസ്റ്റർ ഷിനോയോടും കുടുംബത്തോടും ഈ സഭയോടും ഞങ്ങൾക്കുള്ള നന്ദി കൂടി ഈ അവസരം രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്കും ഇങ്ങനൊരു അവസരം വിദേശത്ത് വരുവാൻ സാധിച്ചല്ലോ. ഒരു വചനഭാഗം ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ ദാനവും സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനവും. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തു പറഞ്ഞു. അപ്പൊ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് ഈ രക്ഷ. കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അത് ഈ രക്ഷയുടെ ദാനം
ഈ കൃപായുഗം നമ്മൾക്കറിയാം, പല യുഗങ്ങള് ദൈവം ഇവിടെ മനുഷ്യന് വേണ്ടി സ്ഥാപിച്ചിരുന്നു. ദൂതന്മാരുടെ യുഗം, നിഷ്പാപയുഗം, ന്യായപ്രമാണ യുഗം, ഇപ്പോൾ കൃപായുഗം, ഇനി വരാൻ പോകുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം എന്ന യുഗം, പിന്നെ 1000 ആണ്ട് വാഴ്ച എന്ന യുഗം. അങ്ങനെ പല യുഗങ്ങള് ദൈവം വേർതിരിച്ചിട്ടുണ്ട്. ഇത് കൃപായുഗമാണ്. എന്ന് വെച്ചാൽ കൃപയാൽ, വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശിയായി തീരുവാനുള്ള ഒരു ഭാഗ്യം ദൈവം ഈ ലോകത്തിലെ മനുഷ്യർക്ക് തന്നിരിക്കുന്നു. മുൻപ് ഇസ്രായേൽ എന്ന ആ ജനത്തിന് മാത്രം ലഭിച്ച ആ ഭാഗ്യ പദവി ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം നിഷ്കർഷിച്ച ചില കാര്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവകാശം കൊടുത്തു. അങ്ങനെ കൃപായുഗത്തിലെ സൗജന്യമായ രക്ഷ പ്രാപിക്കുവാൻ ദൈവം മനുഷ്യർക്ക് ഒരവസരം തന്നിരിക്കുകയാണ്. എന്താണ് ഈ രക്ഷ? രക്ഷ എന്നത് ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ്. പാപത്തിൽ നിന്നുള്ള മോചനവും നിത്യജീവന്റെ അവകാശവും. ആ രക്ഷ പ്രാപിക്കുവാൻ ഒരവസരം ദൈവം ഈ ദേശനിവാസികൾക്കും ദൈവം തന്നിരിക്കുകയാണ്. ഒരു നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, മരണാനന്തരം സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഈ പെരുമ്പളം ദ്വീപിലെ എല്ലാ ദേശനിവാസികൾക്കും ദൈവം അവസരം തന്നിരിക്കുകയാണ്. ആ രക്ഷ നാം കളയരുത്. ഈ രക്ഷ സൗജന്യമാണ്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ മരണാനന്തരം ഒരു ന്യായവിധി ഉണ്ട് എന്ന് ആരും വിസ്മരിക്കരുത്. യേശുക്രിസ്തു ന്യായാധിപനായിട്ട് വരാൻ സമയമായി. ഇനിയുള്ള കാലം ഒരു അന്ത്യകാലമാണിത്. അന്ത്യകാലമെന്ന എസ്കറ്റോളജി എന്നാണ് അതിന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. യേശുക്രിസ്തു വേഗം വരാൻ പോകുന്നു ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയായി തീരും. ഇന്ന് ആർക്കെങ്കിലും മരിക്കുവാൻ മനസ്സുണ്ടോ? ആർക്കെങ്കിലും മരിക്കുവാൻ കൊതിയുണ്ടോ? ഒരിക്കലും കാണത്തില്ല. ആർക്കും മരിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ മരിക്കാൻ കൊതിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. ഈ ലോകത്തിന്റെ എതിർ ക്രിസ്തു ഈ ലോകം ഭരിക്കാൻ പോകുമ്പോൾ പലവരും മരിക്കാൻ കൊതിക്കുന്ന ഉപദ്രവ മഹോദ്രവകാലം ഈ ലോകത്തിൽ വാഴാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ പറയാം, മരിക്കാൻ കൊതിക്കും, പക്ഷെ മരിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ നാളുകളിൽ ഭൂമിയിലെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൽ പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും ധനവാന്മാരും സഹസ്രാധിപന്മാരും സകല ദാസനും സ്വതന്ത്രനും വനപ്പാറകളിലും ഗുഹകളിലും ഒളിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ കോപം തട്ടാതെ വണ്ണം, അവന്റെ മുഖം കാണാതെ വണ്ണം ഞങ്ങളെ മറപ്പേൻ. ആർക്ക് നിൽപ്പാൻ കഴിയും? ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് അത്ര ദുഷ്കരമായ ചൂള പോലെ കത്തുന്നതായ ഒരു വലിയ കാലഘട്ടം ഭൂമിയിൽ വരാൻ പോകുന്നു. ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ ഭൂമിയെ നടുക്കുവാൻ എണീക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ പ്രഭയുടെ മഹത്വം നിമിത്തം പാറകളുടെ ഗഹുരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലിലും കടക്കേണ്ടതിന്
അവർ നമസ്കരിക്കുവാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ അന്നാളിൽ തുറപ്പനലിക്കും മറിച്ചീലിനും എറിഞ്ഞു കൊടുക്കും. പൊട്ടിയ പാറകളിലും പാറകളുടെ ഗഹുരങ്ങളിലും കടക്കേണ്ടതിന് അവർ നമസ്കരിക്കാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ അന്നാളിൽ തുറപ്പനലിക്കും മറിച്ചീലിനും എറിഞ്ഞു കൊടുക്കും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവനെ വിലമതിപ്പാൻ എന്തുള്ളൂ. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വം. ആരെ ഭയപ്പെടണം, ആരെ ഭയപ്പെടണം? അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. ആകാശത്ത് ഹല്ലേലൂയ മുഴക്കമുണ്ടാകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ മഴക്കും മിന്നലുണ്ടാക്കി. ഭൂമിയുടെ അറുതികളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു, തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു അല്ലാതെ ഒരു ദൈവം പ്രപഞ്ചത്തിലില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നോട് ഒരാൾ ഇന്ത്യക്കാരൻ ചോദിച്ചു, ഒരു ഇന്ത്യക്കാരൻ ചോദിച്ചു, आपको भगवान कौन है? हमारा पास बहुत भगवान लोग नेपाल में है. मैं बोला वो आसमान और धरती को कौन बनाया? वो भगवान है, वो യേശു മസീഹ है. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ്? അതാണ് ദൈവം, അതാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രസ്താവിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓ പ്രൈസ് ഗോഡ്. ദൈവം ഒരുവനല്ലോ. 1 തിമോഥെയോസ് 2:5 ബൈബിളിൽ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, തന്നെത്താൻ മറുവിലയായി കൊടുത്ത യേശു ക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനില്ല. അനേക മധ്യസ്ഥന്മാർ ഇന്ന് ലോകത്തിലുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന, ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു അല്ലാതെ ഒരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. മരിക്കാൻ കൊതിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ സൗജന്യമാണ്. ഈ രക്ഷയുടെ പെട്ടകത്തിന്റെ വാതിലടക്കാൻ സമയമായി. യേശു ക്രിസ്തു വരാൻ സമയമായി. പ്രൈസ്. ദൈവവചനം പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ നാൾ എപ്പോൾ സംഭവിക്കും? ലോത്തിന്റെ കാലം സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും അന്ന് സംഭവിക്കും. ആ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമെടുക്കുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, എപ്പോൾ നീ മടങ്ങി വരും? നമ്മൾ പറഞ്ഞല്ലോ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന്. അതൊക്കെ മുമ്പ് പ്രൈസ് ലോകത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങള് യേശു പറഞ്ഞതുകൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഇന്ന് നടക്കാൻ പോവുകയാണ്. പാസ്റ്റർ ഷിംഷോൻ മാർട്ടിൻ ഉൾപ്പെട്ട ഗായക സംഘം മുന്നോട്ട് വരും. അവരിപ്പോൾ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. യേശു ക്രിസ്തു പറഞ്ഞു, അനേകർ എന്റെ നാമം നിമിത്തം നിങ്ങളെ പകയ്ക്കും. ഇപ്പോൾ പകക്കുന്നില്ലേ?
നമ്മൾ പലരും യേശുവിന്റെ നാമം പറഞ്ഞാൽ പകക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരു കാര്യം പറയാം, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ നാമത്തിന് സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിന് വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ ലോകത്തിൽ ഈ സുവിശേഷ സന്ദേശം കേട്ടവരോ വിശ്വസിച്ചവരോ ആരും നശിച്ചുപോയതാ ഞങ്ങൾ കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുവിശേഷം സ്നേഹത്തിന്റെ സന്ദേശമാണ്, സുവിശേഷ സമാധാനത്തിന്റെ സന്ദേശമാണ്, സുവിശേഷം വിടുതലിന്റെ സന്ദേശമാണ്, സുവിശേഷം നിത്യജീവന്റെ സന്ദേശമാണ്. ഇതൊരു മതപ്രസംഗമല്ല, ഒരു മതപരിവർത്തനവുമല്ല. ഞങ്ങളുടെ യേശു, ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. കർത്താവ്, ഞങ്ങളുടെ ഗുരു, ഞങ്ങളുടെ ദൈവം ഒരു മതപ്രസംഗം ഇവിടെ നടത്തിയിട്ടില്ല. ഒരു മതവും സ്ഥാപിച്ചതായിട്ട് രേഖയില്ല. 2025 വർഷങ്ങൾക്ക് മുമ്പ് 3.5 വർഷം താൻ പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ അനേകരം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് ഇന്ന് ലോകത്തിൽ നടക്കുന്നു. അനേക രോഗികളെ സൗഖ്യമാക്കി. അത് ഇന്നും യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. യേശു കുരുടരെ, മുടന്തരെ, ഊമരെ സൗഖ്യമാക്കിയത് ഇന്നും ലോകത്തിൽ യേശുവിന്റെ നാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2, യേശു പറഞ്ഞത്, യുദ്ധങ്ങളും യുദ്ധസ്തുതികളും നിങ്ങൾ കേൾക്കും. ഇന്ന് എല്ലാ ദിവസവും യുദ്ധവും സ്തുതികളുമാണ്, അല്ലേ? എവിടെയാണ് യുദ്ധമില്ലാതിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധങ്ങളും സ്തുതികളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ എവിടെയാണ് ലോകത്തിൽ യുദ്ധമെന്ന് അറിയത്തില്ല. 3, രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്ന ഒരു കാലം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തമ്മിലുള്ള കേസുകൾ, ഹൈന്ദവരുടെ ഇടയിലുള്ള കേസുകൾ, മുസ്ലിമിന്റെ ഇടയിലുള്ള കേസുകൾ സുപ്രീം കോടതിയിൽ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല. ഗ്ലോറി. കർത്താവ് പറഞ്ഞതുപോലെ ജാതി ജാതിയോടും എതിർക്കുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഹല്ലേലൂയ, ഭൂകമ്പവും ക്ഷാമവും അങ്ങിങ്ങുണ്ടാകും. ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കപ്പ വാങ്ങിച്ചാലും ഹല്ലേലൂയ മത്തി വാങ്ങിച്ചാലും നമുക്ക് കഴിക്കാം. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭൂകമ്പങ്ങൾ നടക്കുന്നു, ക്ഷാമമുണ്ട്. അടുത്തത്, രാജ്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം സംഭവിക്കും. പ്രൈസ്. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് മിഷൻ സെന്ററിന്റെ ടീമിനെ പ്രാർത്ഥനയോടെ ഈ വനാന്തരങ്ങളിലേക്ക് അയക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും സിംഹമൊഴിച്ച് എല്ലാ മൃഗങ്ങളുമുണ്ട്. അവിടെ നമ്മളെ അയക്കുന്നത് അവിടെ സുവിശേഷം കേൾക്കാത്തവർ കേൾക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. നാളെ ന്യായവിധി ദിവസത്തില് ആർക്കും ഒഴിവ് കഴിവ് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ സുവിശേഷം കേട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഈ ലോകത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അറബി രാജ്യങ്ങളിൽ, ആത്മീയ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. സൗദി അറേബ്യയില് ഏറ്റവും കൂടുതൽ അറബി ചാനലില് ഇന്ന് സുവിശേഷം നടന്നുകൊണ്ടിരിക്കുക. പണ്ട് ചാനലുകളില് സിനിമകളാണ്. എനിക്ക് അറബി ചാനൽ അറിയാം. അറബികൾ കാണുന്നത് അമിതാഭ് ബച്ചന്റെ സിനിമയാണ്, ഷാറൂഖ് ഖാന്റെ സിനിമയാണ്. പ്രൈസ് ദി ലോർഡ്. സിനിമകള്, ഹിന്ദി സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ സ്ഥാനത്ത് ഇന്ന് ഹല്ലേലൂയ ഒരു ബട്ടൺ നെക്കി ഓടി കടന്നു വരുന്നത് സുവിശേഷത്തിന്റെ ചാനലാണ്. കാലം മാറി. കാരണം എന്താണെന്നറിയാവോ? ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. യേശു പറഞ്ഞ ഈ അടയാളങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം യേശു വരാ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഗാന ശുശ്രൂഷക്കാർ തയ്യാറായിരിക്കണം. നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും എണീറ്റ് നിന്നാട്ടെ. രിഗട മനഗന ശന്തന രഗൽക്കമനാദകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും നിമിഷങ്ങൾ കൂടി 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഈ സമാപന യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടു. ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നുവല്ലോ. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവനെ സൃഷ്ടിച്ചവനെ നമസ്കരിപ്പേ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും രോഗിയെ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാം. നിംസിലും കിംസിലും പോകണ്ട, അപ്പോളോയിൽ പോകണ്ട. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ ആണോ, ബ്രെയിൻ ട്യൂമർ ആണോ, കിഡ്നി ഫെയിലർ ആണോ, ഡയബറ്റിക്സ് ആണോ, റൂമറ്റോളജി ആണോ, ഏത് വിഷയം ഏത് രോഗത്താൽ ഭാരപ്പെടുന്നതിലും അവരിവിടെ കടന്നു വരാം. ദൈവദാസന്മാരുണ്ട്, അഭിഷക്തന്മാർ ഇവിടെ ഉണ്ട്. അനേക അഭിഷക്തന്മാരുടെ നിലയാണ്. അവർ പ്രാർത്ഥിക്കും. ഇന്ന് ദൈവത്തിന്റെ മഹത്വം ഇവിടെ കാണാൻ പോവുകയാണ്. ദൈവം അത്ഭുതം ചെയ്യും. ആർക്കെങ്കിലും യേശുവിനെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കടന്നു വരാം. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദേശത്തെ കർത്താവിന്റെ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ചത്തോട് ദൈവ സഭയിലേക്ക് ഹല്ലേലൂയ. ആർക്കെങ്കിലും പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം അവർക്ക് കടന്നുകയല്ല. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സോമൻ മുന്നോട്ട് വന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കും ഇന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ പെരുമ്പളം ദേശത്ത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായി കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. കർത്താവിന്റെ സത്യ വചനങ്ങളെ സ്വതന്ത്രം വിതയ്ക്കുവാൻ, അതുപോലെ പുതിയ നിയമങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു. കർത്താവ് സമാധാനത്തിലെ സ്വതന്ത്രം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സ്വതന്ത്രം അതോടൊപ്പം കർത്താവ് വചനം പറഞ്ഞ എല്ലാ കർത്തൃദാസന്മാരെ കർത്താവിന്റെ കരം ഏൽപ്പിക്കുന്ന പ്രാർത്ഥിക്കും. കർത്താവ് വചനം, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെ വിളിച്ചു പറഞ്ഞ അനേകരുടെ ഹൃദയങ്ങൾ കർത്താവിന്റെ തുളസി ചെല്ലുവാൻ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വതന്ത്രമല്ല ദേശം പിടിപ്പിക്കപ്പെട്ട് കർത്താവ് ദേശത്തായിരിക്കുന്ന സകല വ്യക്തി ജീവിതം അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹപ്പെട്ട വ്യക്തികളെ തീരുവാൻ തക്കവണ്ണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സ്വതന്ത്രം പ്രാർത്ഥന സ്വതന്ത്രം യേശുക്രിസ്തു നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ. എന്റെ ക്ലേശമെല്ലാം ൂടെ
എന്റെ ക്ലേശമെല്ലാം നീരെല്ലാം തുടച്ചിടുവേ അവൻ രാജാ അവൻ രാജാ അവൻ രാജാ എനിക്ക് എന്റെ വീട്ടിൽ കിടന്നു പാസ്റ്റർ ജോൺസൺ, പാസ്റ്റർ ജോൺസൺ, പാസ്റ്റർ ജോൺസൺ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ ജോൺസൺ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവിദാസ് പാസ്റ്റർ OM സേവ്യർ അടിമാലി ഇപ്പോൾ ആശീർവാദം പറയും. പരിശുദ്ധ കർത്താവേ, ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രത്യേക നിർണയപ്രകാരം ഞങ്ങൾക്ക് ഈ ദ്വീപിൽ കടന്നു വരുവാൻ കർത്താവിന്റെ മഹത്വമുള്ള സുവിശേഷം അറിയിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഉയർത്തുവാൻ ദൈവം കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ദൈവദാസന്മാരെ ഉപയോഗിച്ചുള്ള ദാസിമാരെ ഈ ദേശത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവെ, എല്ലാ അന്ധകാര ശക്തിയെ കർത്താവെ ഞാൻ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ, ജനത്തിന് വിടുതലുണ്ടായതിനാൽ സ്തോത്രം. അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തിനാൽ സ്തോത്രം. ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് കടന്നു പോവുകയാണ്. യാത്ര ദൈവം കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആശീർവാദത്തോടെ നമുക്ക് മടങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും ഈ ദേശത്തോടും ഇന്നെപ്പോഴും കർത്താവിന്റെ വരവോളം എന്നേക്കും കൂടെ ഇരുന്നു സഹായിക്കുമാറാകട്ടെ. ആമേ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സഹകരിച്ച എല്ലാവർക്കും നന്ദി. ദേശനിവാസികൾ ഞങ്ങളോട് ക്ഷമ കാണിച്ചതിന് നന്ദി. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി പറയുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച സുഭാഷിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോട് വളരെ ക്ഷമയോടെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും ബസ്സിലോട്ട് കയറുക. നമ്മൾ അങ്ങോട്ട് കടന്നു പോവുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.